നല്ലപോലെ റൈപ്പായ 3 പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ പാഷൻ ഫ്രൂട്ട് ഫ്ലോറിഡയിൽ നിന്ന് വന്നതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ ബ്രദർ ഫ്ലോറിഡയിൽ നിന്ന് വന്നിരുന്നു. അന്നേരം കുറച്ച് സാധനങ്ങൾ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അതിലൊരു ഐറ്റമാണിത്. ഇത് ഞാൻ ഇത് വെച്ചിരുന്നു. നല്ലതുപോലെ ഇതിപ്പം പഴുത്തു. ഇനി ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ കോൾഡ് വെതറുള്ള ഈ സ്ഥലത്ത് മിഷിഗണിൽ ഇത് ഉണ്ടാകുന്നത് ഇച്ചിരി പ്രയാസമാണ്. എന്നാലും ചെടികൾ വീടിനുള്ളിൽ വെച്ച് വളർത്തി ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ പുറത്ത് വെച്ച് അത് ഫ്രൂട്ടൊക്കെ ഉണ്ടാകും. എന്നാലും റൈപ്പ് ആകത്തില്ല. പിന്നെ അത് വീടിനുള്ളിൽ വെച്ച് റൈപ്പ് ആക്കിയെടുത്താൽ കുറച്ചൊക്കെ കിട്ടും. അങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷം കുറച്ച് കിട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം വീടിനുള്ളിൽ നിന്ന് റൈപ്പായ പാഷൻ ഫ്രൂട്ടുകളാണ് ഈ കാണുന്നത്. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ പൾപ്പ് എടുക്കണം. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് മുറിക്കുമ്പോൾ. ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ പൾപ്പ് മാത്രം ജാറിലേക്ക് ഒഴിക്കുക. ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. 3 പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തപ്പോൾ. ഇതിനകത്ത് ഇനിയും കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്താണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. ലോ സ്പീഡിലായിരിക്കണം ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ സീഡൊന്നും മുറിഞ്ഞു പോകാതെ അത് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടതാണ്. കുറച്ച് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്യുന്നു. ലൈം ജ്യൂസ് ചേർക്കേണ്ടിയവർക്ക് ചേർക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ട് ജ്യൂസിന് ഒരു ചെറിയ മധുരവും ഒരു പുളിയും കൂടെയുള്ള ഒരു ടേസ്റ്റ് ആണുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിന് ലൈം ജ്യൂസ് ഒഴിക്കുന്നില്ല. ഇത് ഫിൽട്ടർ ചെയ്യുന്നു. ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളം കൂടെ ആഡ് ചെയ്തതാണ്. ഇതൊരു 2 കപ്സ് കാണും. ഇതിന് ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. നല്ല പുളിയും ഇച്ചിരി മധുരമൊക്കെ ഉണ്ട്. കുറച്ച് മധുരം കൂടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഞാൻ ഷുഗർ ഇടുന്നു. ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യുക. ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇത് സമ്മറിലൊക്കെ കുടിക്കാൻ നല്ല ഒരു ഡ്രിങ്കാണ്. ഇതിൽ മറ്റു ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യേണ്ടിയവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനി ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ദിസ് ഈസ് സോ ഗുഡ്. എല്ലാവരും പാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. സമ്മറിലൊക്കെ ഇത് കുടിക്കാൻ നല്ലതാണ്.